ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട്, വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇമെയിൽ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് മെയിൽ അയക്കാം. അതല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവാണ് ഞാൻ, അവിടെ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അവിടെയും മെസ്സേജ് അയക്കാം. എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ വെർഗോ നിങ്ങളുടെ എന്താ മെസ്സേജസ് വരണമെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഏസ് സ്വോർഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, 3 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ, നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് പാസ്റ്റിൽ എന്താ ഉണ്ടായേ, 7 ഓഫ് വാൻഡ്സ് എന്താണ് ഈ പേഴ്സൺ അല്ല നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, മൂൺ ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, ടെമ്പറൻസ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, 8 ഓഫ് സോഡ്സ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, 5 ഓഫ് കപ്സ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ, വേൾഡ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, ഏസ് ഓഫ് കപ്സ് എന്താണ് ഔട്ട്കം. അപ്പോൾ ഏസ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. വെർഗോ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കം, ഒരു ക്ലാരിറ്റി, ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷന് പുറത്തു വരണ എനർജി. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് സ്ലോ മൂവിങ് എനർജിയാണ്, പക്ഷേ കുറേ സ്റ്റേബിൾ എനർജിയാണ് ഇവരുടെ. മേ ബി ഈ സമയത്ത് അവരുടെ കരിയറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഏസ് ഓഫ് സോഡ്സ് നിങ്ങളുടെ ഭാഗത്തിൽ എംപ്രസ് എനർജി, നിങ്ങളുടെ എനർജിയിൽ ഞാൻ കുറേ അബണ്ടൻസ്, ഗ്രോത്ത് കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജിയാണ്. ഇത് പറഞ്ഞാൽ സ്റ്റേബിൾ എനർജിയിലാണ് അവർ, പക്ഷെ എല്ലാം കൂടിയും അവർ മാനേജ് ചെയ്യാൻ നോക്കണം. അവരുടെ കരിയർ, അവരുടെ പേഴ്സണൽ ലൈഫ് എല്ലാം കൂടിയും കുറച്ചൊരു ഹെക്റ്റിക് മാതിരി ഒരു എനർജിയാണ് കാണുന്നത്. സ്ലോ മൂവിങ് എനർജിയാണ്, പക്ഷെ അവരെല്ലാം ബാലൻസ് ചെയ്യാൻ നോക്കണു. 6 ഓഫ് കപ്സ് അവർക്ക് ഇവിടെ ഒരു റീകൺസിലേഷൻ്റെ കാർഡ് വന്നിരിക്കണു. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവിടെ റീകൺസിലേഷൻ അവരുടെ ഭാഗത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കറൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മ്യൂച്വൽ എനർജിയാണ്, രണ്ട് ഭാഗത്തിനും എഫേർട്ട് ഇടണ എനർജിയാണ്, പക്ഷേ തേർഡ് പാർട്ടിയുടെ എനർജിയും ആവാം. വീൽ ഓഫ് ഫോർച്യൂൺ, അപ്പോൾ ഈ സിറ്റുവേഷനിലും ഇതിൻ്റെ മുമ്പേ ഒരു സെപ്പറേഷൻ ഇല്ല വെച്ചാൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ ആ സമയം മാറണു. ആദ്യം കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങണു. ഇതിൻ്റെ മുമ്പേ സ്റ്റാഗ്നൻ്റ് ആയിരുന്നു വെച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങണു ആദ്യം. ഓക്കെ, 5 ഓഫ് സോഡ്സ് ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യണത്. ഓക്കെ, ഇത് ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, വേറെ ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ക്രിയേറ്റ് ചെയ്യണ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് തന്നെ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായതുകൊണ്ട് ഈ സെപ്പറേഷൻ ഉണ്ടായി, അങ്ങനെയും ആവാം. പാസ്റ്റിൽ തന്നെ ഞാൻ ചില ബ്ലോക്സ് ആണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഈ ബ്ലോക്സ് എന്താണ്? 9 ഓഫ് സോഡ്സ്. അപ്പോൾ ഈ ബ്ലോക്സിൻ്റെ കാരണം ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ വേറെ മെസ്സേജ് എന്താ കിട്ടുന്നത് വെച്ചാൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു, അങ്ങനെയും ആവാം. അപ്പോൾ കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മൂന്നാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ എവിടെയോ വെയിറ്റ് ചെയ്യണോ ഇവർക്ക് വേണ്ടിയിട്ട്. ഇവരുടെ എന്തെങ്കിലും മെസ്സേജ് വരുമോ ഇല്ല വെച്ചാൽ കോൾ വരുമോ, എവിടെയോ
നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയാലും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്, അത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്നൊരു ഹോപ്പ് ചെയ്യണു നിങ്ങൾ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി ടെമ്പറൻസ് ആണ്. അപ്പോൾ ടെമ്പറൻസ് ഇവിടെ ബാലൻസിൻ്റെ എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്, സാജിറ്റേറിയസ് എനർജിയാണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, കുറേ എഫെക്ഷൻ ഉണ്ട്, കുറേ ഒരു പറഞ്ഞാൽ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ ഒരു റിജക്ഷൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്തു, ഇല്ലെങ്കിൽ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഇവർ കുറച്ചൊരു ലോ ആണ് ഫീൽ ചെയ്യണത്, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. നിങ്ങളുടെ ഇൻറ്റൻഷൻ 8 of Swords ആണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത് ഒരു സെപ്പറേറ്റഡ് എനർജി തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ ഹീൽ ചെയ്യാൻ നോക്കണു, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. ഇവിടെ ഇമ്പൾസീവ് എനർജി ഉണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യണം, കോൾ ചെയ്യണം ഉണ്ടാവും. പക്ഷേ പിന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത, ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ഇല്ല നിങ്ങളുടെ മനസ്സിൽ. ഒരു പീസ്ഫുൾ എനർജി അല്ല, കുറേ സ്ട്രെസ്ഡ് എനർജിയാണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ 5 of Cups ആണ്. ഈ പേഴ്സൺ ഓൾറെഡി ഈ റിലേഷൻഷിപ്പിൽ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. എന്താ വെച്ചാൽ ഇതിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമോ പറഞ്ഞാൽ ഓൾറെഡി അവർക്കൊരു ഹോപ്പ് ഇല്ലാത്ത പോലെ. പക്ഷേ ആക്ഷൻ എടുക്കുന്നുണ്ടാവും, കുറേ പാഷൻ ഉണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ആക്ഷൻ എടുക്കുന്നുണ്ടാവും, ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ട് അവരുടെ. അപ്പോൾ ഹോപ്പ് ഇല്ലാച്ചാലും അവർ ആക്ഷൻ എടുക്കും. മേ ബി അവർ നിങ്ങളെ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും. വേൾഡ് എനർജിയാണ് ഇവിടെ ആക്ഷനിൽ. അപ്പോൾ നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്താൽ നിങ്ങൾ ഇവിടെ ഒരു പുതിയ തുടക്കം, ഒരു ബാലൻസ്ഡ് സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോകുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ Ace of Cups, അവർ ഒരു ഓഫർ തരാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ ഓഫർ, റീകൺസിലിയേഷൻ്റെ ഓഫർ ഉണ്ട്. അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക, അവരാണ് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ഇവിടെ ഞാൻ റീകൺസിലിയേഷൻ ആണ് കാണുന്നത്. 3 of Cups, ഒരു സെലിബ്രേഷൻ, ഒരു റീകൺസിലിയേഷൻ, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പും കാണുന്നുണ്ട് ഇവിടെ. മാരേജ് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരു ഫാമിലി ഇൻവോൾവ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ അതിൻ്റെ തുടക്കം ഈ മാസമായിരിക്കും. ഓക്കെ, ഈ മാസം തന്നെ നിങ്ങൾ കല്യാണം കഴിക്കും എന്നല്ല ഞാൻ പറയണേ. പക്ഷേ ഈ മാസം ഡെഫിനറ്റ്ലി എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, അത് ഇവിടെ ഞാൻ അതാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്, ഓറക്കിൾ മെസ്സേജ്? അപ്പോൾ വെർഗോ ഇവിടെ അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, പൈസീസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. നിങ്ങളുടെ മെസ്സേജ് അൺറിക്വൈറ്റഡ് ലവ്. there is not enough attraction or chemistry to keep this relationship going. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു അൺറിക്വൈറ്റഡ് ലവ് മാതിരിയാണ് എനർജി. ഇതെന്താണ് ഇങ്ങനെ വന്നെ? എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് കാണുന്നത്, എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ അൺറിക്വൈറ്റഡ് ലവ് മേ ബി ഇത് മുമ്പത്തെ എനർജി ആവാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പേ നിങ്ങൾക്ക് എന്തോ സമയം ശരിയായിരുന്നില്ല, അപ്പോൾ അത് അൺറിക്വൈറ്റഡ് ലവ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറണു. എന്താ വെച്ചാൽ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാണുമ്പോൾ എൻഗേജ്മെൻറ്റിലേക്ക് പോകണു ഇത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ട്. ഇതൊരു അൺറിക്വൈറ്റഡ് ലവ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എൻഗേജ്മെൻറ്റിലേക്കാണ് പോണത്. ഇത് ഒരു ഫ്യൂച്ചർ എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ വെർഗോ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് ഒരു ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ കമൻസിൽ ബോണസിന് എഴുതുക. ഏത് സൈനിനാണ് ഏറ്റവും കൂടുതൽ ബോണസ് റീഡിംഗ് പറയണമെന്ന് വെച്ചാൽ, മെസ്സേജ് പറയണമെന്ന് വെച്ചാൽ ആ സൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ ബോണസ് റീഡിംഗ് ചെയ്യുന്നുണ്ടാവുക. അപ്പം മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.